എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയല്ലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിശ്വത്തിന്റെ അരി ലോഡ്ജിലേക്ക് പല്ലവി എല്ലുവാണ്. പിന്നീട് വിശ്വത്തിനോട് പറഞ്ഞു, വിശ്വം ഞാൻ പറയുന്നുണ്ടോന്ന് തോന്നരുത്, നീ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങി പോണെന്ന് പറയാം. ഇത് കേട്ടപ്പം വിശ്വം പറഞ്ഞു, അത് പിന്നെ പല്ലവേച്ചി ഞാൻ എങ്ങനെയാ പോണേ, ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അല്ലെങ്കിലും അവിടെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് പറയാം. ചേച്ചിക്കറിയാലോ ഇന്ദ്രന്റെ സ്വഭാവമൊക്കെ, ഞങ്ങൾ തമ്മിൽ ചേരത്തില്ല എന്ന് പറയാം. വിഷം, നീ എന്ത് തന്നെയാണെങ്കിലും ശരി, നിന്റെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കാം, നീ പോകാതിരിക്കല്ലേ. കാരണം നിന്റെ അമ്മയുണ്ടല്ലോ, നിനക്ക് ചിലപ്പോൾ അമ്മേനെ കണ്ടെടുത്ത കാണത്തിലായിരിക്കും. അവർ ചിലപ്പോൾ നിന്നോട് ദേഷ്യപ്പെട്ട് നിൽക്കിരിക്കും. എന്ന് പറഞ്ഞാലും നീ പോവാതിരിക്കരുതെന്ന് പറയണം. അവസാനം വിശ്വം പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കൊരു ഉറപ്പ് താട്ട്, നീ പോയാൽ മാത്രം എനിക്കൊരു സമാധാനം ആവത്തുള്ളൂ. അല്ലെങ്കിൽ ദേ വെറുതെ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ നീ വീട്ടിൽ നിന്ന് പിണങ്ങി നിൽക്കേണ്ട ആളല്ല, നീ ആ കുടുംബത്തിൽ കഴിയേണ്ടവനാ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിലൊന്ന് ഉപദേശിക്കുന്നുണ്ട്. അവസാനം വിശ്വ സമ്മതിക്കുകയാണ്, ഞാൻ പോകാൻ ചേച്ചി എന്നൊക്കെ പറയണം. പിന്നീട് പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാ. അപ്പൊ പല്ലവി ഇറങ്ങി ചെന്ന് താഴെ റിസപ്ഷനിൽ ചോദിച്ചു, അല്ല ഇവിടെ എവിടെ ചെന്നല്ല ഓട്ടോറിക്ഷ കിട്ടുന്നതെന്ന് ചോദിക്കുകയാണ്. അതെ, ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയാൽ മതി, പെട്ടെന്ന് ആ താഴേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് പറയണം. അങ്ങനെ പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനുമാണ് അതുവഴി പാർവതി അങ്ങോട്ട് വരുന്നത്. പാർവതി ലോഡ്ജിലേക്ക് വരുന്ന അവനെ കാണാനായിട്ട്, വിശ്വത്തെ കാണാനായിട്ട് വരുന്ന വഴിയാണ്. അങ്ങനെ വിശ്വത്തിന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിശ്വം ആകെപ്പാടെ അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ചെന്ന് കഴിഞ്ഞാണ് പാറു ബായൊക്കെ ആ കട്ടിലേക്ക് ഇട്ടിട്ട് ചോദിച്ചു, എന്ത് പരിപാടിയാ വിശ്വയെ കാണിച്ചെന്ന് ചോദിക്കുക. എന്ത്? അല്ല അത് പിന്നെ ഇങ്ങനെ കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? വീട്ടിൽ നിന്ന് എന്തിനാ വിശ്വ ഇറങ്ങി പോന്നി നിൽക്കുക? ഓ അതാണ് കാര്യം. ഇനിയിപ്പം ആ വീട്ടിൽ നിന്നുകൊണ്ട് എന്താ ഗുണം ഇരിക്കണമെന്ന് ചോദിക്കുക. എന്ത് ഗുണം? ഗുണത്തിന്റെ ദോഷത്തിന്റെ കാര്യമാണ് ഇവിടെ ആരും പറഞ്ഞേ. ആ വീട്ടിൽ നിൽക്കേണ്ട കടമ വിശ്വത്തിന് ഇല്ലേന്ന് ചോദിക്കും. കടമയോ? എന്ത് കടമ? എനിക്ക് ആരോടും പ്രത്യേകിച്ച് ഒരു കടമയില്ലെന്ന് പറയണം. അങ്ങനൊന്നും പറയല്ല. വിശ്വത്തിന്റെ അമ്മയുണ്ട്, ഏട്ടനുണ്ട്, അവരെല്ലാരും അവിടെ ഉള്ളതല്ലേ. പിന്നെ ഒരമ്മയും ഏട്ടനും വന്നിരിക്കുന്നു, അവർക്ക് എന്നെ വേണ്ട, പിന്നെ ഞാൻ എന്തിനാ അവരുടെ പുറകെ നടക്കണേന്ന് ചോദിക്കുകയാണ്. എന്നാലും ഇതാണോ വിശ്വം ചെയ്യേണ്ടിയിരുന്നേ? ഇത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു, എനിക്ക് എന്റെ നിരപരാധിത്വം വെളിപ്പെടുത്താനായിട്ട് ഇത് മാത്രം ഞാൻ നോക്കിയിട്ട് വഴിയുണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ ഏട്ടനോടൊപ്പം ചേർന്നിട്ടല്ലേ, അങ്ങനെ ഏട്ടനോടൊപ്പം ചേർന്ന് നിന്നിട്ടല്ലേ പാറുവിനിട്ട് പണി തരുവാന്ന് പറഞ്ഞിട്ടല്ലേ. ഇത് കേട്ടപ്പോൾ പാറു പറഞ്ഞു, അങ്ങനെ ഞാൻ പറഞ്ഞോ? ഒരു പക്ഷേങ്കില് വിശ്വത്തിന്റെ ചേട്ടൻ ഇന്ദ്രിയത്ത് വന്ന് വീട്ടിൽ വന്ന് കല്യാണം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. അതിപ്പോ എത്ര വലിയ തെറ്റായി പോയെന്ന് ചോദിക്കാം. അല്ല പിന്നെ എനിക്ക് അതിനകത്തൊരു പങ്കുമില്ലായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടും കൂടി ഇല്ല. മനഃപൂർവ്വം എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് എന്റെ ഏട്ടൻ അങ്ങനത്തെ ഒരു കളി കളിച്ചേ. പക്ഷെ അതെനിക്ക് എങ്ങനെ പാർവതിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം എന്നറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടും പാർവതി വിശ്വസിക്കാൻ കൂട്ടാക്കിയല്ലോ. അവസാനം എനിക്ക് ഇങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വന്നു പറയണം. പെട്ടെന്ന് തന്നെ പാറു പറഞ്ഞു, അതെ വിശ്വം ഇങ്ങനെ ഇവിടെ നിൽക്കില്ല, വിശ്വം തിരികെ വീട്ടിലേക്ക് പോകണമെന്ന് പറയാ. ഞാൻ തിരികെ വീട്ടിലേക്ക് പോവാനോ? ഇല്ല, ഞാൻ തിരികെ വീട്ടിലേക്ക് പോവില്ല എന്ന് പറയണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാം. വിശ്വം പറഞ്ഞു, ഞാൻ ഒറ്റപ്പെട്ട് പോവാ. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഞാൻ ഒറ്റയ്ക്കായ പോലെ ഒരു തോന്നൽ എനിക്കിപ്പോ തോന്നണേന്ന് പറയാം. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് പാറു ചോദിച്ചു, ഒറ്റയ്ക്കായതുപോലെ ഞാനില്ലേ കൂടെ എന്ന് ചോദിക്കുകയാണ്. ഉണ്ടോ? ഉറപ്പാണോ എന്ന് ചോദിക്കുകയാണ്. ഉണ്ട്, ഉണ്ടെന്ന് വിശ്വസിക്കുകയാണെ ഉണ്ട്, ഇല്ലെന്ന് വിശ്വസിക്കുകയാണെ ഇല്ല. അങ്ങനെ എനിക്ക് പറയാനാ ഇഷ്ടം എന്ന് പറയണം. ഇത് കേട്ടതും പാർവതിയുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, അല്ല എന്നെ വെറുതെ പറ്റിക്കണമെന്നും അല്ലേന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്തിനാ വിശ്വത്തെ പറ്റിക്കണേ? എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി. വിശ്വത്തിന്റെ മനസ്സിൽ അങ്ങനെ തോന്നലുണ്ടെങ്കിൽ വിശ്വം പറ. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, പാർവതി എന്റെ കൂടെ ഉണ്ടേ കുഴപ്പമില്ല, ഞാൻ എങ്ങോട്ടേക്ക് വേണം വീട്ടിലേക്ക് എങ്ങോട്ട് വേണം പോകുന്നത് എനിക്ക് കുഴപ്പമില്ലെന്ന് പറയണം. അല്ല കള്ളത്തരം പറയുന്നല്ലോ എന്റെ മുന്നില്, ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ? ഞാൻ കള്ളത്തരം പറയണമെന്നല്ല, ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ വിശ്വ ഒരു കാര്യം ചെയ്യുക, ഇന്ന് തന്നെ പോണെന്ന് പറയാം. വെറുതെ എന്നെ പറ്റിക്കില്ല. അങ്ങനെയാണോ? പെട്ടെന്ന് വിശ്വം തന്നെ താഴേക്ക് വിളിക്കുകയാണ്. താഴേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ചെക്കൗട്ട് ചെയ്യാൻ പോവാ, ബില്ല് സെറ്റിൽ ചെയ്തേക്കാൻ പറയണം. റിസപ്ഷനിലേക്ക് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ പാർവതിക്ക് ഒരു കാര്യം മനസ്സിലായി. തന്നെ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് വിശ്വ ഇപ്പൊ തന്നെ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നീട് വിശ്വം പറഞ്ഞു, കണ്ടില്ലേ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ ആ കാര്യത്തിൽ ഒരു പേടി വേണ്ട പാർവതിക്ക്. ഇനിയിപ്പം ഞാൻ ഇനി പോവാതിരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് പാർവതിയുടെ മനസ്സ് വേദനിക്കണ്ട. പാർവതിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാം. ഇത് കേട്ടൊന്നും പാറു ചോദിച്ചു, എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. എന്തും ചെയ്യാൻ എനിക്ക് സമ്മതമാണെന്നൊക്കെ പറയണം. പിന്നീട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് പല്ലവി വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ മുറ്റത്തോട് ഉലാത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴേക്കും സേതു അങ്ങോട്ടേക്ക് വന്നു. സേതു വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി? ഭയങ്കര ടെൻഷനിലാണല്ലോ. അല്ല ഞാനേ പാറുവിന്റെ വിശ്വത്തിന്റെ കാര്യം ആലോചിച്ചാന്ന് പറയും. അല്ല ഇപ്പൊ എന്താ?
ഓ, അവിടെ പോയി അടിയറോ പറഞ്ഞിട്ട് വന്നാണല്ലോ ആ വിശ്വത്തിന്റെ അരികില്. എന്തിനാ അങ്ങനെയൊക്കെ ഡയലോഗ് വിട്ടെന്നോർത്തുണ്ട് ആ വിശ്വത്തിന്റെ അരികിൽ ചെന്ന് അവന്റെ കാല് പിടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ പല്ലവിന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം പല്ലവി പറഞ്ഞു, അതെ സേതുവേണ്ടി സൈക്കോളജിക്കൽ മൂവ് അറിയത്തില്ലാത്തോണ്ടാ. സൈക്കോളജിക്കൽ മൂവോ? ഞാൻ ഈ പറഞ്ഞ കോളേജിലൊന്നും പോയിട്ടില്ലേ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയാം. പല്ലവി ഒരു ടീച്ചറല്ലേ, അപ്പൊ പല്ലവിയുടെ അത്രയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, സൈക്കോളജിക്ക് മൂന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഇപ്പൊ വിശ്വം വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്ന് ലോഡ്ജ് മുറി എടുത്ത് താമസിക്കല്ലേ. പാറുവിന്റെ മനസ്സിനെ അത് വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കും. താൻ കാരണമാണല്ലോ വിശ്വം വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നേന്നൊരു ചിന്തയുണ്ടാവും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ അനുകമ്പ പിന്നീട് അതൊരു സ്നേഹമായിട്ട് മാറും. പിന്നീട് അത് പ്രണയത്തിലേക്ക് വഴി കിടക്കും. അങ്ങനെ വന്നാൽ പിന്നെ അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കണം എന്നൊരു ഇതൊക്കെ വരും. പിന്നെ നമ്മുടെ എതിർപ്പുകളെയൊക്കെ അവഗണിക്കും. ഇത് കേട്ടപ്പം ഒരു നിമിഷം അന്തം വിട്ട് നിന്നു സേതു പറഞ്ഞ്, പല്ലവി ആള് കൊള്ളാലോ എന്ന് പറയാണ്. അല്ല, കോളേജിൽ പിള്ളേരുടെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കണമെന്ന് നിൽക്കും. ഇത് പഠിപ്പിക്കുന്നതല്ല, നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാന്ന് പറയാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ വിശ്വം തിരികെ വീട്ടിലേക്ക് പോവാണെങ്കിൽ ആ ഒരു സെന്റിമെന്റ്സ് ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം. സേതു പറഞ്ഞു, ഞാൻ പോലും ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയണം. അതാണ് മനുഷ്യന്റെ മൈൻഡല്ലേ, പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ. എപ്പോഴേത് സമയത്ത് ചായന്നൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയാം. ഈ സമയം സേതു പറഞ്ഞു, ആ കൈയും കൊണ്ട് കൊണ്ടുവന്നേന്ന് പറയണം. എന്തിന്? ആ കൈയും കൊണ്ട് കൊണ്ടുപോവാ, ഒരു ഷെയ്ക്കാൻ്റെ ഇരട്ടേന്ന് പറയണം. അതെ, ഷെയ്ക്കാൻ്റൊന്നും ഇപ്പൊ വേണ്ട. അതെന്താ? ആദ്യം വിശ്വം വീട്ടിലേക്ക് തിരികെ ചെല്ലട്ടെ, എന്നിട്ട് മതി ഷെയ്ക്കാൻ്റെയും കാര്യങ്ങളും എന്നൊക്കെ പറയണം. പിന്നീട് വിശ്വം വീട്ടിലേക്ക് തിരികെ ചെല്ലുവാണ്. അപ്പൊ രാജലക്ഷ്മി കരക്കെരിയാനായിട്ട് തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് വിശ്വത്തെ കണ്ടത്. ഒരു നിമിഷം രാജലക്ഷ്മി ഒന്ന് ഞെട്ടിപ്പോയി. രാജലക്ഷ്മി പെട്ടെന്ന് ഓടി വന്നിട്ട് വിശ്വത്തെ കെട്ടിപ്പിടിക്കുകയാണ്. മോനെ എന്നൊക്കെ വിളിച്ചോണ്ട് അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. എന്തായാലും മോനെ വന്നല്ലോ, എനിക്ക് സന്തോഷമായി. ഈ അമ്മയ്ക്ക് ഇതിൽ പരം ഒരു സന്തോഷം വേറെ ഇല്ലെന്ന് പറയണം. അതെ, വന്നതൊക്കെ കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യമുണ്ടമ്മേ, എനിക്കിവിടെ സമാധാനം വേണമെന്ന് പറയണം. സമാധാനം? ആരുടെ ഇപ്പം നിന്റെ സമാധാനം കളഞ്ഞ്? അമ്മയ്ക്ക് അറിയാലോ എന്റെ സമാധാനം ഇവിടെ പോകുന്ന എങ്ങനെയാന്ന്. എനിക്ക് സമാധാനം വേണമെന്ന് പറയാം, എങ്കിൽ മാത്രം ഞാൻ ഈ വീട്ടിൽ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇനിയും പോകുന്നു പറയണം. അപ്പോഴേക്കും ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, അമ്മേ അവൻ ഇനിയും പോകുന്നാ പറയണേ. ഇത് കേട്ടപ്പം രാജലക്ഷ്മിക്ക് ദേഷ്യം വന്നു. നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ ഇന്ദ്ര? അവൻ ഒരു വിധത്തിൽ അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്ന എന്റെ പ്രാർത്ഥനയും വഴിപാടിന്റെ ബലവാ അവൻ ഇങ്ങനെ തിരിച്ചു വന്നേന്ന് പറയാം. പിന്നെ അമ്മയുടെ പ്രാർത്ഥനയും വഴിപാടിന്റെ ബലം? അതെ, നല്ല ഒന്നാന്തരമായിട്ട് ഞാൻ ആ പല്ലവീനെ പോയി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അതിന്റെ ബലമായിട്ട് അവൻ തിരിച്ചു വന്നേന്ന് പറയാം. ഇത് കേട്ടതും അവന് നല്ല ദേഷ്യം വന്നു. വിശ്വം ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ നിങ്ങളെ കൊണ്ട് പൊറുതിമുട്ടേ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോവാണ്. അമ്മയാന്ന് കേട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അവൻ പോയിട്ടുണ്ടെ അവനെ ഇവിടെ വരുത്താൻ എനിക്കറിയാം. ഇനി കണ്ടോ, ഇവനെ വരുത്തിയ പോലെ ഞാൻ അവളെയും വരുത്തും. അവളെ വെച്ച് ഞാൻ ഇവനെ വരുത്തി, ഇനി ഇതുപോലെ തന്നെ ഇവനെ വെച്ച് ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് വരുത്തും എന്ന് പറയാം. ഇത് കേട്ടപ്പം രാജലക്ഷ്മി വെച്ചു, നീ എന്തൊക്കെ എന്തിനാ പറയണെന്ന് ചോദിക്കും. അമ്മേ ഇനി പറയുവല്ല, പ്രവൃത്തിയാണ്. അമ്മ എല്ലാം കണ്ടു മനസ്സിലാക്കിക്കോളാൻ പറയാണ്. ഇന്ന് അവനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നാളെ പല്ലവി എന്ന് പറയുന്ന അവളെ ഞാനിവിടെ കൊണ്ടുവരും, എന്റെ ഭാര്യയായിട്ട് എന്റെ കൂടെ ഞാൻ താമസിപ്പിക്കും. ഇന്ദ്രനെ കുറിച്ച് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ എന്നൊക്കെ പറയണം. രാജലക്ഷ്മിക്ക് ഒന്നും മനസ്സിലായില്ല. രാജലക്ഷ്മി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയില്. പിന്നീട് ശ്രീഹരിയുടെ അടുത്ത് അച്ഛ ചെല്ലുവാണ്. അച്ഛ എന്നിട്ട് ഫുഡ് കഴിക്കണ്ടേന്ന് ചോദിക്കുകയാണ്. എനിക്ക് വേണ്ട അച്ഛൻ എന്ന് പറയണം. അതെന്താ വേണ്ടാത്ത? വേണ്ട. ദേ ശ്രീഹരി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ വാശി പിടിച്ചിരിക്കില്ലെന്ന് പറയണം. വേണ്ട അച്ചു, ഋതു പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. ഋതു പറഞ്ഞത് കാരണം അന്ന് ഋതു പറഞ്ഞ എന്താ, ഈ വീട്ടിലേക്കുള്ള ആഹാരത്തിനുള്ള പൈസ കൊടുക്കണമെന്നൊക്കെ, അല്ലാതെ വെറുതെ ഓസ് കഴിക്കാൻ പറ്റില്ലെന്നൊക്കെ അല്ലേ പറഞ്ഞേ. അപ്പൊ ഇപ്പൊ എനിക്കൊരു ജീവിതമാർഗം ഇല്ലല്ലോ, പിന്നെ എങ്ങനെ പൈസ കൊടുക്കണേ? അപ്പൊ ഞാനിങ്ങനെ ഫുഡ് കഴിക്കണം എന്ന് ചോദിക്കും. ഈ ഈഗോ ഇതുവരെയായിട്ട് മാറ്റാൻ സമയമില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് എനിക്കിവിടെ അവകാശപ്പെട്ട വീടാ, ഈ വീട്ടിൽ ഫുഡ് കഴിച്ചെന്നോർത്ത് ഒന്ന് തലയൊന്നും പോകാൻ പോകുന്നില്ല ശ്രീഹരിയുടെ എന്ന് പറയാ. അങ്ങനെ അല്ലച്ചു, അത് ശരിയല്ല, അറിയാലോ. ഇത് കേട്ട് ഇനിയിപ്പോൾ അച്ഛ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ശ്രീഹരിക്ക് വയ്യല്ലോ, ഇനിയിപ്പോൾ പൈസയുടെ പ്രശ്നമാണെങ്കിൽ ഞാനൊരു ജോലിക്ക് പോകാമെന്ന് അച്ചു പറയണം. വേണ്ട, അങ്ങനെ ഇപ്പൊ പൊന്നുമടത്തിലെ പെണ്ണ് ജോലിക്ക് പോകേണ്ട കാര്യമില്ല, നാട്ടുകാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും എന്ന് പറയണം. അതിനിപ്പോ എന്താ കുഴപ്പം? നമ്മൾ നല്ല മാന്യതയോടെ ഏതെങ്കിലും തൊഴിൽ ചെയ്യാനായിട്ടല്ലേ പോന്നേ, അതിനകത്ത് ഇപ്പൊ കുറച്ചിലെടുക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. ശ്രീഹരി പറഞ്ഞ്, ഞാനാണ് ചെലവ് നോക്കേണ്ട ആള്, കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആയിക്കോളും. അതിനുശേഷം ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ഞാൻ പൈസ തന്നോളാം, ആ കാര്യത്തിൽ പേടി വേണ്ട. അച്ചു ടെൻഷൻ അടിക്കൊന്നും വേണ്ടെന്ന് പറയണം. അച്ചു പറഞ്ഞു, ടെൻഷൻ എനിക്കാ, നല്ല കഥയായിപ്പോയി, എനിക്ക് അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. ശ്രീഹരി വിഷമിക്കുന്ന കാണുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രം, അതേ ഉള്ളൂ. ശ്രീഹരി വിഷമിക്കില്ല കേട്ടോ. ശ്രീഹരി വിഷമിക്കുന്ന കണ്ട എന്റെ മനസ്സും തളർന്നു പോയില്ലേ. എന്റെ ഏക ബെല്ലെന്ന് പറഞ്ഞാൽ ശ്രീഹരിയാന്ന് പറയണം എന്നും പറഞ്ഞോണ്ട് അച്ചു ആ കയ്യേലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്.
ഒരു നിമിഷം ശ്രീഹരി അച്ഛൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പിന്നീട് ശ്രീഹരി പറഞ്ഞു, ഞാൻ കാരണം അച്ഛന് എന്നും കഷ്ടപ്പാട് മാത്രമുള്ളല്ലേ എന്ന് ചോദിക്കുക. എന്താ ശ്രീഹരി ഇങ്ങനെയൊക്കെ പറയണേ? ശ്രീഹരി എൻ്റെ ജീവിതത്തിലേക്ക് വന്നോണ്ടാ എനിക്ക് ഇത്ര നല്ല കാലം ഉണ്ടായേക്കെന്ന് പറയണം എന്ന് പറഞ്ഞ് ശ്രീഹരിയുടെ കയ്യും എടുത്ത് പിടിക്കുക. കയ്യും ചേർത്ത് പിടിച്ചു കഴിഞ്ഞപ്പം ശ്രീഹരിക്ക് എന്തോ അച്ഛനോട് ഭയങ്കര ഇഷ്ടമൊക്കെ തോന്നി. കാരണം ഇത്രയും ദിവസം അച്ഛനെ അകറ്റി നിർത്തിയേക്കോ അടുപ്പിക്കാതെ. പക്ഷെ ശ്രീഹരിക്ക് അറിയാം താൻ എത്രമാത്രം അച്ഛനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം. പിന്നീട് അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാനേ ഒരു ഷർട്ട് എടുത്തോണ്ട് തരാം, അത് ഇടാനൊക്കെ പറയാണ്. അങ്ങനെ ഷർട്ട് എടുക്കാനായിട്ട് അങ്ങ് പോവാണ്. ആ സമയം സേതുവിന്റെ അടുത്തേക്ക് പല്ലവി വരുവാണ്. പല്ലവി വന്ന് ഈ സേതും കണ്ണാടിക്കകത്തൊക്കെ നോക്കി വയ്ക്കുക. ഓ പിന്നെ ഗ്ലാമർ സെറ്റ് ചെയ്യാൻ തോന്നില്ല. ആ എന്താ എന്റെ പൊന്നോ, ഇതെന്തിനാണോ എന്താ ഗ്ലാമർ സെറ്റ് ചെയ്യുന്നത്? ഓ നമ്മൾ ഇച്ചിരി പാവങ്ങളാണേ, നമുക്ക് അത്ര ഗ്ലാമറും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് സേതു പറയാം. പിന്നെ ആര് പറഞ്ഞു സേതുവേട്ടൻ ഗ്ലാമർ ഇല്ലെന്ന്? ഈ മീശയൊക്കെ പിരിച്ചു വെച്ച് അങ്ങ് നിന്നിട്ടുണ്ടെങ്കിൽ ആരുടെ മുന്നിലും ചങ്കൂറ്റത്തോടെ നിൽക്കാനുള്ള ആ ഒരു കഴിവുണ്ടല്ലോ, അതിനെ ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു പറയണം. പിന്നെ തള്ളി മറിക്കേണ്ട വല്ലവിന്ന് സേതു പറയാം. തള്ളി മറിച്ചൊന്നുമല്ല, ഉള്ള കാര്യം പറഞ്ഞ. അതെ ഇപ്പൊ വന്ന എന്തിനാ അത് പറ. ആ ശ്രീഹരിനെ ഇങ്ങനെ വിട്ട് കാര്യമുണ്ടോ സേതുവേട്ടാന്ന് ചോദിക്കാം. എന്തു പറ്റി അവന്? ആ ഫുഡ് ഒന്നും കഴിക്കുന്നില്ലെന്ന് പറയണ. ഫുഡ് കഴിക്കുന്നില്ല എന്താ? ഫുഡ് കഴിക്കാതിരിക്കാൻ വല്ല പ്രശ്നം എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കും. ഉണ്ട്, അവൻ ഇവിടുന്ന് കഴിക്കാൻ മടിയാണ് പോലും ഫുഡ്. അവൻ ഈ വീട്ടിലേക്ക് ഒന്നും സമ്പാദിച്ചുകൊണ്ട് കൊടുക്കുന്നില്ലെന്ന്, അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ മടിയാന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കുക. ആഹാ, അതത്ര നല്ല ശീലമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവൻ അവിടെ നിന്ന് പറഞ്ഞ് തിരുത്തണമല്ലോ എന്ന് പറയാം. ഞാൻ പറഞ്ഞാലൊന്നും അനുസരിക്കും തോന്നില്ല. സേതുവേട്ടൻ വന്ന് പറയാന്ന് പറയാണ്. പിന്നീട് സേതുവും പല്ലവിയും കൂടെ കുറച്ച് ഫുഡൊക്കെ എടുത്തോണ്ട് നേരെ മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും ശ്രീഹരി ഷർട്ട് ഇടാൻ തുടങ്ങുവാണ്. ആ സമയത്ത് അച്ഛനോട് പറഞ്ഞു, അല്ല അച്ഛൻ ശ്രീഹരിക്ക് ഫുഡ് കൊടുത്തില്ലേന്ന് ചോദിക്കാം. ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞു പറയാം. ഇത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, എന്ത് പരിപാടി ശ്രീഹരി കാണിക്കണേ? ഫുഡ് കഴിക്കാതിരുന്ന ആരോഗ്യം നശിച്ചു പോകത്തല്ലേ ഉള്ളൂ. പെട്ടെന്ന് സേതു പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കും ഞാൻ ഈ വീട്ടിലേക്കൊന്നും കൊടുക്കുന്നില്ലോ, അപ്പൊ ഞാൻ എങ്ങനെയാ ഫുഡ് കഴിക്കുന്നതെന്നുള്ളത്. അതിന്റെ കാര്യമൊന്നുമില്ല, ഞാനും കൂടെ കൂടിയിട്ട് എവിടെ അധ്വാനിക്കുന്നേ. ഈ പറയുന്ന ഋതു ടെക്സ്റ്റൈൽ ഷോപ്പിൽ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഞാനും നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ കൊണ്ടുവരുന്നതിന്റെ ഒരു ഓഹരി നീ കഴിച്ചെന്നോർത്തൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നിനക്ക് അങ്ങനെ വലിയ അഭിമാന പ്രശ്നത്തിന്റെ കാര്യമൊന്നും ഇവിടെ വരുന്നില്ല. പൊന്നുമടത്തിലെ മരുമാന ആ നിലയ്ക്കും അന്തസ്സിനും വേണം നിൽക്കാനായിട്ട്. അല്ലാതെ ഇങ്ങനെ നിസ്സാര പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പത്തിന് ഓടി വിളിക്കുകയല്ല ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതുവിന് വലിയ ഉപദേശം തന്നെ കൊടുക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരട്ടോ. ഇത് കൂടാതെ കിരണിന്റെയും കല്യാണിന്റെയും ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും ബാലിന്റെയും ഗോമതി എല്ലാവരുടെയും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും അതും കൂടെ കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.